നമസ്കാരം സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്ന് ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും വി മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. മംഗളൂരുവിൽ നായയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഉള്ളാൾ സ്വദേശി മരിച്ചു. ഉള്ളാൾ മോരുക്കട്ടെ സ്വദേശി ദയാനന്ദയാണ് മരിച്ചത്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പുശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. പീലിക്കോട് മാണിയാട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു. 10 ദിവസം നീളുന്ന നാടകമേളയ്ക്ക് സിനിമാ താര സംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. വ്യക്തിയുടെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്തതിന്റെ പ്രേരണാശക്തി നെഹ്റു എന്ന് അഡ്വക്കേറ്റ് C. ഈപ്പൻ. അമ്പൽത്ര കേശവ് ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ല സത്യസായി ഭാവയുടെ ശതജന്മവാർഷികവും പല്ലക് ഘോഷയാത്രയും പൊതുജന സമ്മേളനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാരഭവനിലാണ് പരിപാടി നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിലാണ് കുടുംബമേള നടന്നത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ 1ാം ഡിവിഷൻ ആയിട്ടുള്ള കുഞ്ചത്തൂർ വിജയ്കുമാർ റായ്, പുത്തികെ 2ാം ഡിവിഷൻ പുത്തികയിൽ മണികണ്ഠ റായ്, 3ാം ഡിവിഷൻ ബദിയെടുക്ക രാമപ്പ മഞ്ചേശ്വര, 4ാം ഡിവിഷൻ ദേലമ്പാടി ബേബി മണിയൂർ, കുറ്റിക്കോൽ മനുലാൽ മേലോത്ത്, 6ാം ഡിവിഷൻ കല്ലാർ ധന്യ സുമോദ്, 7ാം ഡിവിഷൻ ചിറ്റാരിക്കൽ രമണി KS, 8ാം ഡിവിഷൻ കയ്യൂർ TD ഭരതൻ, 11ാം ഡിവിഷൻ മടിക്കൈ A വേലായുധൻ, 14ാം ഡിവിഷൻ ഉദുമ സൗമ്യ പത്മനാഭൻ, 16ാം ഡിവിഷൻ സിവിൽ സ്റ്റേഷൻ PR സുനിൽ. ഇതിനു പുറമെ മഞ്ചേശ്വരത്തെ 16 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ 16 വരെയുള്ള പാടുകളാണ്. 13 ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരത്ത് 13 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ 10 സ്ഥാനാർത്ഥികൾ, കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ 4 സ്ഥാനാർത്ഥികൾ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ 8 സ്ഥാനാർത്ഥികൾ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 6 സ്ഥാനാർത്ഥികൾ. ഇത്രയും പേരുടെ പട്ടിക കൂടി ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് പുറത്തിറക്കുക. കോൺഗ്രസ് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും വി മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ബീഹാർ ജനവിധിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഭരണത്തിലിരുന്ന പാർട്ടിയാണ്. 30 വർഷക്കാലം കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരിച്ച ആളുകളാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വെല്ലുവിളിയും നേരിടാതെ
20 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ളൊരു പാർട്ടി 10 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത, ആ അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല, ജനങ്ങളോടുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുത കാണിക്കുന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പത്മകുമാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അറസ്റ്റ് ഭയന്നിട്ടുള്ള ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. പത്മകുമാർ പറഞ്ഞത് ദൈവത്തെപ്പോലെ പത്മകുമാർ കരുതുന്ന ഒരാൾ പോലും വിശ്വസിച്ചു എന്നാണ്. അതാരാണെന്നുള്ളത് പുറത്തു വരണം. പത്മകുമാറിന് മാത്രമല്ല, അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഉൾപ്പെടെ ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകിക്കരുത് എന്നുള്ളതാണ്. ശബരിമലയിലെ അന്വേഷണം നീതിപൂർവകമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം. മംഗളൂരുവിൽ നായയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഉള്ളാൾ സ്വദേശി മരിച്ചു. ഉള്ളാൾ മേരുക്കട്ടെ സ്വദേശി ദയാനന്ദയാണ് മരിച്ചത്. മംഗളൂരുവിൽ നായയുടെ ആക്രമണത്തിൽ ഉള്ളാൾ സ്വദേശി മരിച്ചു. ഉള്ളാൾ മോരുക്കാട്ട് സ്വദേശി ദയാനന്ദയാണ് മരിച്ചത്. ദേശീയപാത 66-ലെ ഉള്ളാൾ കുമ്പാള ബൈപ്പാസിനോടടുത്തുള്ള വഴിയോരക്കടയുടെ മുന്നിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നായയുടെ ആക്രമണത്തിന് ഇരയായെന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യഘട്ടത്തിൽ കൊലപാതകമാണെന്ന സംശയമുണ്ടായിരുന്നെങ്കിലും പോലീസും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ നായയുടെ ആക്രമണമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് ദയാനന്ദ് റോഡിന്റെ മറുവശത്തെ ഒരു വീട്ടിലേക്ക് ഓടിപ്പോയെങ്കിലും നായ പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഗുരുതരമായ പരിക്കുകളുണ്ടായിരുന്നു. കണ്ണ് കടിച്ചെടുത്ത നിലയിലായിരുന്നു. ഉള്ളാൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, ഉള്ളാൾ. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പുശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറി A. വേണുഗോപാൽ അനുസ്മരണ ദിനമായ നവംബർ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അവകാശ സമരം സംഘടിപ്പിച്ചു. ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, മലബാർ ദേവസ്വം സമഗ്ര നിയമ പരിഷ്കരണം നടപ്പിലാക്കുക, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കോടതി പാസാക്കിയ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, ക്ഷേമനിധി പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് താഴെ പോകണമെന്നല്ല ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ സർക്കാർ നിലനിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാക്കി ഈ ഇനിയിപ്പം പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ സമരമല്ല എന്ത് നടത്തിയാലും അത് നമ്മൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി എന്നതുകൊണ്ട് ഇനി പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ശമ്പളം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമനിധി പരിഷ്കരിക്കണം. ആദ്യം ഉണ്ടാക്കിയ ക്ഷേമനിധിയല്ല, കാലാനുസൃതമായ മാറ്റം അതിൽ വരണം. പല മേഖലകളിലും ഇങ്ങനെ ക്ഷേമനിധിയുടെ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് U. തമ്പാൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുരേന്ദ്രൻ, ജില്ലാ ട്രഷറർ ഉണ്ണി പാലത്തിങ്കാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കമലാകാന്തൻ, ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് മാരാർ തൃക്കണ്ണാട്, ശ്രീനിവാസൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M. സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പീലിക്കോട് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു.
10 ദിവസം നീളുന്ന നാടകമേളയ്ക്ക് സിനിമാ താര സംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു നല്ല നാടകത്തിന്റെ ഭാഗമാവാൻ കഴിയണമെന്നാണ് പുതുതലമുറയിലുള്ളവരോടും സ്ത്രീകളോടും അഭ്യർത്ഥിക്കാനുള്ളതെന്ന് ശ്വേത മേനോൻ പറഞ്ഞു. കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകണം. അത് അവർക്ക് കരുത്തും സ്ഥിരതയും ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുമെന്നും അവർ പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. പിള്ള സാറിന്റെ എൻ്റെ ഒരു ഫാമിലി ഞാൻ ഇന്ന് തന്നെയാണ് കുട്ടികളോട് പറയുന്നത്. ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ശ്രീവാത്സൻ പറഞ്ഞത്. മൂപ്പരുടെ അപ്പൂപ്പനാണ് വള്ളത്തോൾ നാരായണമേനോൻ. അപ്പോൾ വള്ളത്തോൾ നാരായണമേനോനും പിള്ള സാറും കൂടിയിട്ട് ആദ്യത്തെ നാടകം എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ ചെയ്തത്. ആ ഒരു സ്റ്റോറി ഇവിടെ നിങ്ങൾ എല്ലാവരും മുമ്പിൽ പറയണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ഫാമിലി മെമ്പറാണ്. നാടകനഗരിയിൽ പൊതുസമ്മേളനം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള NN പിള്ള സ്മാരക പുരസ്കാരം 90 വയസ്സ് പിന്നിട്ട നാടക പ്രവർത്തകൻ KM ധർമ്മൻ ശ്വേത മേനോനിൽ നിന്ന് ഏറ്റുവാങ്ങി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, P കുഞ്ഞിക്കണ്ണൻ, TV ശോഭിത്, KV ശശി, K പ്രസാദ്, K ശരത് കുമാർ, ഹേന തമ്പാൻ, AV റീന, KV വൈശാഖ്, PV അനേഷ്, നന്ദൻ മണക്കാടൻ, VV സന്തോഷ്, TV നന്ദകുമാർ, K റിലീഷ് എന്നിവർ സംസാരിച്ചു. കളിവിളക്കിൽ തെളിയിക്കാനുള്ള നാടക ജ്യോതി പ്രയാണം ചെറുവത്തൂർ കാരിയിൽ ശ്രീകുമാർ ക്ലബിൽ നിന്നുമാണ് ആരംഭിച്ചത്. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിനത്തിലെത്തിയ നാടകപ്രേമികൾക്ക് വനിതാവേദി തയ്യാറാക്കിയ ഉണ്ണിയപ്പം വിതരണം ചെയ്തു. എല്ലാ ദിവസവും രാത്രി 7:30 നാടകം ആരംഭിക്കും. 18 ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തും. ആദ്യ ദിനത്തിൽ തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ അരങ്ങേറി. 16 ഞായറാഴ്ച രാത്രി കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടിക്കുരുവികൾ അരങ്ങിലെത്തും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വ്യക്തിയുടെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്തതിന്റെ പ്രേരണാശക്തി നെഹ്റു എന്ന് അഡ്വക്കേറ്റ് സി ഈപ്പൻ. അമ്പൽത്ര കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൗലികാവകാശങ്ങളും പൗരന്റെ മാന്യത ഉയർത്തിപ്പിടിക്കുന്നതുമായ ഭരണഘടന രൂപപ്പെടുന്നതിൽ നെഹ്റുവിന്റെ സ്വാധീനം നിസ്തുലമാണെന്ന് പ്രശസ്ത വാഗ്മിയും ലീഗൽ സർവീസ് ട്രെയിനറുമായ അഡ്വക്കേറ്റ് സി ഈപ്പൻ പറഞ്ഞു. അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക് ഒറേഷൻ നടത്തിയത് പഠിക്കുന്ന കുട്ടികൾക്കറിയാം. മാർക്ക് ആന്റണി ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ മാർക്ക് ആന്റണിയുടെ പ്രസംഗം. മാർക്ക് ആന്റണി പ്രസംഗിച്ചു കഴിയുമ്പോൾ ആദ്യമേ ബ്രൂട്ടസിന് അനുകൂലമായി ബ്രൂട്ടസിനും ആളുകൾക്കും കുറെ പേർക്കെങ്കിലും ജൂലിയസ് സീസറിൻ്റെ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ജൂലിയസ് സീസറിനെയും ബ്രൂട്ടസിനെയൊക്കെ അനുകൂലിച്ചിരുന്ന ആളുകൾ മാർക്ക് ആന്റണിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞ് അവർക്കെതിരായി മാറി. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രസംഗത്തിൻ്റെ ഒരു കഴിവതാണ്. അപ്പോൾ ആദ്യമേ ആർക്ക് അനുകൂലമായിരുന്നോ അവർക്കെതിരായി മാറ്റിയെടുക്കുന്നതിന് മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞ പ്രസംഗം. ലോകത്ത് ഇന്നുവരെ ഉണ്ടായ ക്ലാസിക് ഒറേഷനിൽ ആ പ്രസംഗത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനാണെങ്കിൽ തന്നെ ഒരു 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റും. മുന്നിൽ നിന്ന് നയിക്കുന്നവരെല്ലാം നേതാക്കളാകണമെന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് N കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. രാജൻ മീങ്ങോത്ത് വായനശാലയിലേക്ക് സംഭാവനയായി നൽകിയ MT വാസുദേവൻ നായരുടെ ആത്മകഥ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും അംബിക വട്ടക്കണ്ടം ഏൽപ്പിച്ച താളിയോല ഗ്രന്ഥങ്ങളും വായനശാല പ്രസിഡന്റ് KV നാരായണൻ ഏറ്റുവാങ്ങി. അബാക്കസ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ഉം 3ഉം റാങ്കുകൾ നേടിയ ഋഷികേഷ്, ആദിദേവ് M എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രമോദ് TV, ഷീജ KV, രാമകൃഷ്ണൻ മോനാച്ച, രാജേഷ് കുമാർ T എന്നിവർ സംസാരിച്ചു. PV ജയരാജ് സ്വാഗതവും അനിൽ മുദ്രക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ല സത്യസായി ബാവയുടെ ശതജന്മ വാർഷികവും പല്ലക്ക് ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിപാടി നടന്നത്. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാവയുടെ ശതജന്മ വാർഷികവും പൊതുസമ്മേളനവും പല്ലക്ക് ഘോഷയാത്രയും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് AM പ്രഭാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ ഭരതൻ KP അധ്യക്ഷത വഹിച്ചു. വത്സകുമാർ, സജീവ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തി. മുതിർന്ന ഭക്തരെ ആദരിക്കലും ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാനവും നടത്തി. വിവിധ ഭക്തർക്ക് ലഭിച്ച സായി അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ രാജൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. സായി ഭഗവാനിൽ നിന്നും നേരിട്ട് ലഭിച്ച അനുഭവപാഠങ്ങൾ എന്ന വിഷയത്തിൽ മാധവ വാര്യർ പ്രഭാഷണം നടത്തി. ഡോക്ടർ R സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് പല്ലക്ക് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിലാണ് കുടുംബമേള നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കവിയും സിനിമാ താരവുമായ ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്ന കാലത്തുള്ള സംഘടനയുടെ തുടർച്ചയാണ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകനായിരുന്നു വളരെ കാലം. ഞാൻ തിരുവനന്തപുരത്താണ് ആദ്യകാലത്ത് എൻ്റെ ജോലി സ്ഥലം. സംസ്ഥാന കമ്മിറ്റി അംഗം ഒക്കെ പരിചയമുള്ള ഒരു മുഖമാണ്. അതിനുശേഷം പല ജില്ലകളിലായി സംസ്ഥാന സർക്കാരിൻ്റെ സേവകനായി ജോലി നോക്കുകയും ഒരു 2021 ഞാൻ ജോലിയിൽ വിരമിക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ജില്ലയിൽ ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ എന്നതിനാലും അതിൻ്റെ കേന്ദ്രം തിരുവനന്തപുരത്താണ് എന്നതിനാലും പലപ്പോഴും മറ്റ് ജില്ലകളിൽ, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിൽ വളരെ കുറച്ച് മാത്രമേ എനിക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പെൻഷനർ എന്നാൽ സാമൂഹ്യ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നവരല്ല എന്നും ജീവിതത്തെ അവരുടെ തുടർ സേവനത്താൽ അർത്ഥപൂർണമാക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. KSSPU അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K സുജാതൻ മാസ്റ്റർ, V സുരേന്ദ്രൻ, VT കാർത്യായനി, B പരമേശ്വരൻ, KP കുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. KSSPU അജാനൂർ യൂണിറ്റ് സെക്രട്ടറി K വാസു സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ പ്രസ് ഫോറം മാധ്യമ പുരസ്കാരങ്ങൾ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് വിതരണം ചെയ്തു. പത്രമാധ്യമ അവാർഡ് മലയാള മനോരമ കാസർഗോഡ് ലേഖകൻ P ചന്ദ്രമോഹനനും ദൃശ്യമാധ്യമ അവാർഡ് തളിപ്പറമ്പ് സീൽ TVയിലെ ഷാജി കീഴറയും ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകർ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ ദൃശ്യ പത്രമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തെക്കാൾ 1000 മടങ്ങ് വേഗതയിലാണ് അസത്യം പ്രചരിക്കുന്നതെന്നും സത്യവും അസത്യവും വേർതിരിച്ചറിയാത്ത വിധം വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും. അസത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൂടി വരികയാണെന്നും നുണകളുടെ പ്രളയത്തിൽ സത്യത്തെ കണ്ടെത്തുക വെല്ലുവിളി നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. അവാർഡുകളെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ഷാജി കീഴറയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ഇവിടെ വിലയിരുത്തപ്പെടുകയുണ്ടായി. രണ്ടുപേരെയും പ്രസ് ഫോറം
അവാർഡ് നൽകിക്കൊണ്ട് പുരസ്കരിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മലയാള മനോരമ ലേഖകനും തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ TV ചവണിയൻ സ്മാരക പത്ര മാധ്യമ അവാർഡ് മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോയിലെ P ചന്ദ്രമോഹനും കേരള കൗമുദി ലേഖകനും പ്രസ് ഫോറം മുൻ പ്രസിഡന്റുമായിരുന്ന K കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യ മാധ്യമ അവാർഡ് തളിപ്പറമ്പ് സീൽ TVയിലെ ഷാജി കീഴറയ്ക്കും സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ രജീഷ് കുളങ്ങര, P ശിൽപ, MP ബിജീഷ്, AG ഷാക്കിർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. VT ഷാഹുൽ ഹമീദ് അനുസ്മരണം ഡോക്ടർ VPP മുസ്തഫ നടത്തി. A മുകുന്ദൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK ബാബ, പ്രസ് ഫോറം പ്രസിഡന്റ് P മഷൂദ്, സെക്രട്ടറി KV സുധാകരൻ, VK രവീന്ദ്രൻ, CH അബ്ദുൾ റഹീം, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാടും ജനമൈത്രി പോലീസ് അമ്പലത്ര യൂണിറ്റും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്, ജനമൈത്രി പോലീസ് അമ്പലത്തറ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് അമ്പലത്തറ വ്യാപാര ഭവനിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയരാജൻ K ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി ഒരു ക്യാമ്പിൽ പങ്കെടുക്കാറ് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് നല്ല കാര്യമാണ്. ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നില്ല. അപ്പം ഹോമിയോയുമായി ബന്ധപ്പെട്ട് ഒരു ആശുപത്രി ഞാൻ ഇതൊരു പോയിട്ടുള്ള മരുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സഹായകമായ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രമോദ് TV അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പദ്ധതി വിശദീകരണം നടത്തി. ഷുഗർ ഉള്ളവരായിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര പേർക്ക് ഷുഗർ, അങ്ങനെ ഷുഗർ ഉള്ള ഒരാളെങ്കിലും അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഉണ്ടോ? ഇല്ല, സാധ്യതയില്ല. വളരെ കുറവ് പേരാണ്. നമ്മൾക്ക് ആർക്കെങ്കിലും ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഷുഗർ ഉള്ളവരെ കേരളത്തിലാർക്കും അറിയാതിരിക്കാൻ വഴിയില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള സംസ്ഥാനം, വലിയ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അത് കേരളം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പ്രസിഡന്റ് KV ഗോപാലൻ സംസാരിച്ചു. നാം മെഡിക്കൽ ഓഫീസർ ആയുഷ്മാൻ ഭവ ഡോക്ടർ സുനീറ EK സ്വാഗതവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി രാജൻ നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വരാനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കേരള കോൺഗ്രസ് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റിലും 21 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലും മത്സരിക്കും. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ പ്രവർത്തകരും രംഗത്തിറങ്ങണമെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിൽ പാർട്ടി ഔദ്യോഗിക തലത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിൽ ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷനിൽ വനിതാ സംവരണമാണ്. അത് പാർട്ടിക്ക് LDF തീരുമാനമായിട്ടുണ്ട്. അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥി അവിടെ റീന തോമസ് എന്നാണ് അവരുടെ പേര്. സ്ഥാനാർത്ഥി വന്നതിന് ശേഷം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പറയാം. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ പരപ്പൂർ ബ്ലോക്കിൽ കമ്പല്ലൂർ ഡിവിഷൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അത് എൻ്റെ കൂടെയുള്ള വിജയസ്മാർക്ക് തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ജനറൽ സീറ്റാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും 2 മുനിസിപ്പാലിറ്റികളായി 3 സീറ്റുകളും 16 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളാണ് പാർട്ടിക്ക് ലഭിച്ചത്.
കള്ളാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന റീന തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന ജെയിംസ് മാരൂർ എന്നിവരെ പരിചയപ്പെടുത്താനായാണ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത്. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 2 വാർഡുകളാണ് അനുവദിച്ചത്. മുനിസിപ്പൽ വാർഡ് പടന്നക്കാട്ടാണ് നൽകിയിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ ബേബി പുതുമന, തോമസ് ചാക്കോ, ജോസ് തോമസ്, സാജു, ജോയ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോയ് ചാക്കോ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്നേഹവീട് കരുണ സ്പെഷ്യൽ കുടുംബശ്രീ ദിശ 2 ഉൽപ്പന്ന വിപണന മേള സംഘടിപ്പിച്ചു. സിനിമ സോഷ്യൽ മീഡിയ താരം ആവണി ആവോസ് ഉദ്ഘാടനം ചെയ്തു. കിണർ കുഴിച്ച മനുഷ്യന്റെ കഥ പറഞ്ഞ നന്മ മനസ്സുകളെ ചേർത്ത് പിടിക്കണമെന്ന് ഫിലിം സോഷ്യൽ മീഡിയ താരം ആവണി ആവോസ് പറഞ്ഞു. സ്നേഹവീട് കരുണ സ്പെഷ്യൽ കുടുംബശ്രീ വനിതാ സ്നേഹക്കൂട് സഹകരണത്തോടെ ആരംഭിച്ച ദിശ ഉൽപ്പന്ന വിപണനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആവണി. അപ്പം നമ്മുടെ നാട്ടിന് ഒരുപാട് അഭിമാനമാണ്. അപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയുമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആവണി രാകേഷ്. ഞാൻ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിർ നെല്ലിത്തറ സ്കൂളിൽ പഠിക്കുന്നു. അവിടെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. കുറച്ച് മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അഭിനയിച്ചൊരു മൂവിയാണ് കുരുങ്ങി. ആ മൂവിയിൽ എനിക്ക് 7ഓളം അവാർഡുകൾ ലഭിച്ചു. പിന്നെ ഞാൻ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഘാടക സമിതി ചെയർപേഴ്സൺ കെ പ്രീത അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ, മുനീസ അമ്പലത്തറ, അഡ്വക്കേറ്റ് കെ പീതാംബരൻ, ഷീജ മോഹൻ, സുലേഖ മാഹിൻ, കെ പി കൃഷ്ണൻ, എം പി ജമീല, പി പത്മാവതി, കെ പ്രസീത, റഹ്മാൻ അമ്പലത്തറ, രതീഷ് അമ്പലത്തറ, ബി ജി കക്കാണത്ത്, ദിനില ബ്ലാത്തൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. നിരവധി ആളുകൾ സപ്താഹ സമാപന ദിവസത്തിൽ തറവാട് സന്നിധിയിലെത്തി. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സമാപനത്തിന്റെ ഭാഗമായി യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ, ഉപഹാര സമർപ്പണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. തറവാട്ടംഗങ്ങൾ, വിവിധ ദേവസ്ഥാനങ്ങളിലെയും തറവാടുകളിലെയും ആചാരസ്ഥാനികർ, ജനപ്രതിനിധികൾ, ഭാരവാഹികൾ, കുട്ടികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോമൊബൈൽ സെയിൽസിലെ ഡീൽ മേക്കർ എന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പിന് വേൾഡ് റെക്കോർഡ്. രാജേഷ് ബാബു TV ആണ് റെക്കോർഡിന് അർഹനായത്. രാജേഷ് ബാബു TV രചിച്ച ഓട്ടോമൊബൈൽ സെയിൽസ് കൈകാര്യം ചെയ്യുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഡീൽ മേക്കർ ഇൻ ഓട്ടോമൊബൈൽ സെയിൽസ് എന്ന പുസ്തകത്തിന്റെ ആഗോള അനാച്ഛാദനത്തിന് രാജേഷ് ബാബു TV ഓട്ടോമൊബൈൽ മേഖലയിലെ ലോകത്തിലെ ആദ്യത്തെ പുസ്തക കവർ ലോഞ്ച് എന്ന പദവി നൽകി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ്സ് എന്ന സംഘടനയാണ് അവാർഡ് നിർണയിച്ചത്. ഓട്ടോമൊബൈൽ വ്യവസായത്തിനും സാഹിത്യത്തിനും നൽകിയ സംഭാവനയെ അടയാളപ്പെടുത്തുന്ന ഈ വിശിഷ്ട നേട്ടം 2025 നവംബർ 8 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജ എക്സ്പോ സെന്ററിൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ സാക്ഷ്യപ്പെടുത്തി അവതരിപ്പിച്ചു. പുസ്തകം പിന്നീട് അത് വിപണിയിലെത്തി. അപ്പോൾ അത് നല്ല രീതിയിൽ പുസ്തകം വിറ്റഴിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് വേണമെന്നുള്ള ശക്തമായ ഒരു ആവശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വരികയുണ്ടായി. ഒരുപാട് ആവശ്യക്കാർ അത് ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിൽ നിന്ന് ഓട്ടോമൊബൈൽ രംഗത്ത്, സെയിൽസ് രംഗത്ത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു ആദ്യത്തെ പുസ്തകം എന്ന ലെവലിലാണിത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഗ്ലോബൽ ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടക്കണം എന്നൊരു വലിയൊരു 2 മഹത് വ്യക്തികളെ ഒരു പ്രസൻസിൽ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അത് ഈ ഒരു ഷാർജ പുസ്തകോത്സവത്തിൽ സാധിച്ചു. വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ മലയാളത്തിലെ ഒന്നാമത്തെ ഒരു പുസ്തകം എഴുതിയ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു വെർഷനും ആവശ്യക്കാർ അല്ലെങ്കിൽ വായനക്കാർ ഏറ്റെടുക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതിനോട് നമുക്ക് എല്ലാ പിന്തുണയും തന്ന, അത് ഒന്നാമത്തെ ഒരു എഴുത്തുകാരൻ, തുടക്കക്കാരൻ എന്ന ലെവലിൽ
യാതൊരു തരത്തിലും ഒരു ഭേദമന്യേ എന്ന് പറയുമ്പോൾ അതുപോലെ കാണിക്കാതെ നമ്മുടെ കൈരളി ബുക്സാണ് ഇതിനെല്ലാ സപ്പോർട്ടും നമുക്ക് തന്നത്. പ്രശസ്ത കാർട്ടൂണിസ്റ്റും 5 ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമയുമായ എം ദിലീപ് ഫെറാറി കമ്പനിയുടെ ഗ്ലോബൽ ബെസ്റ്റ് ടെക്നീഷ്യൻ അവാർഡ് 2 തവണയും സുസുക്കിയുടെ ഏഷ്യയിലെ മികച്ച ടെക്നീഷ്യനുള്ള അവാർഡും കരസ്ഥമാക്കിയ ജസ്റ്റിൻ അഗസ്റ്റിൻ എന്നിവർ ചേർന്നാണ് ഇംഗ്ലീഷ് പതിപ്പിന്റെ കവർ പേജ് പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ UAEയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റീജിയണൽ ഡയറക്ടർ തമ്പാൻ പൊതുവാൾ രാജേഷ് ബാബുവിന് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സമ്മാനിച്ചു. പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ താഹിറ കല്ലുമുറിക്കൽ, കൈരളി ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ, AV പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുന്നുമ്മൽ സഹകരണ ആശുപത്രി വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സഹകരണ ആശുപത്രി ജനറൽ ബോഡി യോഗം ചേർന്നു. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ആശുപത്രി ചെയർമാൻ P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അതനുസരിച്ചാണ് നമ്മൾ വലിയ മത്സരം നടത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ ആശുപത്രി മേഖല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. സ്വകാര്യ ആശുപത്രികളോട് മത്സരിച്ച് ഇന്നാണെങ്കിൽ ആ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ വല്ലാത്ത നിലയിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ആശുപത്രി ഏർപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു. വിവിധതരത്തിൽ യാതൊരു പ്രയാസവും നമ്മുടെ ജില്ലയിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരികയാണ്. തീർച്ചയായിട്ടും അവരോടെല്ലാം അനുസരിച്ചുകൊണ്ടാണ് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ സാധാരണ ജനങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഡയറക്ടർമാരായ M. രാഘവൻ, M. ശ്രീകണ്ഠൻ നായർ, KR ബൽരാജ്, MK വിനോദ് കുമാർ, M. മുഹമ്മദ് കുഞ്ഞി, സുനു ഗംഗാധരൻ, KV സുശീല, P. കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി JP രാഹുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ VV രമേശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികളുടെ നൃത്തനൃത്യങ്ങൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ നൃത്യങ്ങളും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. വിദ്യാലയ പ്രിൻസിപ്പൽ N. അജയ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. The vision is known as the holistic approach. Holistic approach means all the aspects should be integrated within the curriculum. We know that the KG students, they are the small children and their talents are wide, and it is our duty or it is our responsibility to make them to go in the right path. To get them here, that is the thing. That means from the childhood itself, you should know how the children behave and what are the capacities or what are the skills or what are the talents in them. റീന കുമാരി BH, പ്രവീണ K, മുക്ത BM എന്നിവർ സംസാരിച്ചു. നജ ഫാത്തിമ സ്വാഗതവും ഇക്ര പ്രവീൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിശുദിനത്തിൽ ചാച്ചാജിയുടെ കൂറ്റൻ ചുമർ ചിത്രം കുരുന്നുകൾക്കായി സമർപ്പിച്ച് അധ്യാപകർ. ഹോസൂർ കടപ്പുറം GUP സ്കൂളിലാണ് ഈ മാതൃകാ പ്രവർത്തനം നടന്നത്. ശിശുദിനത്തിൽ ചാച്ചാജിയുടെ കൂറ്റൻ ചുമർ ചിത്രം കുരുന്നുകൾക്കായി സമർപ്പിച്ച് അധ്യാപകർ. ഹോസ്ദുർഗ് കടപ്പുറം GUP സ്കൂളിലാണ് ശിശുദിനത്തിൽ 7 മീറ്റർ ചുമരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം കുട്ടികൾക്ക് ചുമരിൽ സമർപ്പിച്ച് വിദ്യാലയത്തിലെ അധ്യാപകർ മാതൃകയായത്. ചിത്രച്ചുമരൊരുക്കാൻ അധ്യാപകർ ചേർന്ന 40,000 രൂപയാണ് ചിലവഴിച്ചത്.
കലാകായിക പ്രവൃത്തി പരിചയമേളയിൽ മികവ് തെളിയിക്കുകയും ഉപജില്ലാ സ്കൂൾ കലോത്സവം UP അറബിക് കലോത്സവത്തിൽ സ്കൂളിന് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്ത കുട്ടികളെയും വിജയോത്സവത്തിൽ അനുമോദിച്ചു. ശിശുദിനാഘോഷം, വിജയോത്സവവും ചുമർചിത്രം അനാച്ഛാദനവും ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫോൺ ഉപയോഗിക്കുന്നവർ 5 or 10 മിനിറ്റ് അതിനപ്പുറത്ത് ഫോൺ ഉപയോഗിക്കരുത്. ഫോണിൽ വീഡിയോയും റീൽസും ഗെയിംസും കളിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. വീഡിയോ ആക്കിയവർ പൈസ ആക്കിയിട്ട് പോവും, നമ്മുടെ ജീവിതം നശിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം, അതായത് ഒരു മദ്രസയിലൊന്നും പോകാത്തവർ വൈകുന്നേരം 7 മണിയോടുകൂടി വായിക്കാൻ തുടങ്ങും. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതെല്ലാം ഇങ്ങനെ ഇരുത്തി ഒച്ചത്തിൽ വായിക്കും. നിങ്ങൾ വായിക്കുന്നത് അടുത്ത വീട്ടുകാർ കേൾക്കണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുന്നത് ആര് കേൾക്കണം? അടുത്ത വീട്ടുകാർ കേൾക്കണം. അത്രയും ഒച്ചത്തിൽ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷും മലയാളവും വായിക്കും. വഴിക്കേ പോകുന്നവർ പറയണം, നോക്കിയാൽ ആ കുഞ്ഞ് വായിക്കുന്നത് എന്ന് പറയണം. ഒച്ചത്തിൽ മലയാളം ഇംഗ്ലീഷും വീട്ടിൽ നിന്ന് വായിക്കുക. എല്ലാം വായിച്ച് പഠിച്ച് കഴിഞ്ഞ ശേഷം അടുക്കളയിൽ ചിലപ്പോൾ ഉമ്മയുണ്ടാവും, അല്ലെങ്കിൽ ആ ഉപ്പ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉമ്മനെ അടുത്ത് വിളിക്കുക. എൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ മാഷ് പഠിപ്പിച്ചതെല്ലാം ഉമ്മേനെ പഠിപ്പിക്കും. പ്രഥമാധ്യാപകൻ ഭാസ്കരൻ പേക്കടം അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സലീം, PHK അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ ഹദ്ദാദ്, പ്രകാശൻ AV, പ്രജിത PV, സുനിത KV, മധു പ്രതിയത്ത, മനീഷ T, അനിൽ നീലാംബരി, ഡോക്ടർ മുഹമ്മദ് ഹാരിസ്, മനോജ് K, ജലജ കുമാരി, ഫാത്തിമ C എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ലെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും V. മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. മംഗളൂരുവിൽ നായയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഉള്ളാൾ സ്വദേശി മരിച്ചു. ഉള്ളാൾ മോരുക്കട്ടെ സ്വദേശി ദയാനന്ദയാണ് മരിച്ചത്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പുശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. പീലിക്കോട് മാണിയാട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു. 10 ദിവസം നീളുന്ന നാടകമേളയ്ക്ക് സിനിമാ താര സംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. വ്യക്തിയുടെ അന്തസ്സും മാന്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്തതിന്റെ പ്രേരണാശക്തി നെഹ്റു എന്ന് അഡ്വക്കേറ്റ് C. ഈപ്പൻ. അമ്പൽത്ര കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യസായി സേവാ സംഘടന കാസർഗോഡ് ജില്ല സത്യസായി ഭാവയുടെ ശതജന്മവാർഷികവും പല്ലക് ഘോഷയാത്രയും പൊതുജന സമ്മേളനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാരഭവനിലാണ് പരിപാടി നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കുടുംബമേള നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിലാണ് കുടുംബമേള നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.